Hello, സോനിയാണ്. ഐ ആം എ മെൻറ്റർ ഹു റെപ്രസെൻറ്റിംഗ് ദ ടീം MJ. നമ്മൾ പലർക്കും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് പോവുക ഫിനാൻഷ്യലി ഉള്ള ഹെൽപ്പാണ്. ഇത് നമ്മളെ കൊണ്ട് അത് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതിലുപരി അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക നമ്മളൊരാളെ മെൻ്റലി ഹെൽപ്പ് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ടീച്ചർ രാവിലെ ക്ലാസ്സിലേക്ക് വരികയാണ്. ടീച്ചറെ മൈൻഡ് തീരെ ഓക്കെ അല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും വീട്ടിലോ അല്ലെങ്കിൽ പോരുന്ന വൈക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഭയങ്കര ഡെസ്പായിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ക്ലാസ്സിലെത്തി ആ കുട്ടികളൊക്കെ നോക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു കുട്ടി ആ മിസ്സിനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുന്ന സമയത്ത് ആ ടീച്ചറുടെ ഉള്ളിലൊരു ഹീലിംഗ് വരാനുണ്ട്. ലൈക്ക് അത്രയും നേരം ആ മിസ്സിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡെസ്പും മൂടിയായിട്ടുള്ളതോ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാറിക്കും. ആ കുട്ടി കൊടുത്ത ആ ചിരി ആ ടീച്ചറെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ജസ്റ്റ് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ പല എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഏറ്റവും ചെറുതും പക്ഷെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് സ്മൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലരും പറയണേ കേട്ടിട്ടുണ്ട്, ഞാനവളെ നോക്കി ചിരിച്ച് പക്ഷെ അവളെ നോക്ക് പോലും ചെയ്തില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഹെൽപ്പ് അത് നമ്മൾ ചെയ്തു. നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിച്ചു. അത് അവർ തിരിച്ച് തരണോ ഇല്ല എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദം. അത് അവർക്ക് തീരുമാനിക്കാം. അതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മൾ അൺകണ്ടീഷണലായിട്ട് ചെയ്യാം, ഒരു കണ്ടീഷൻ വെക്കാതെ. അത് തിരിച്ച് കിട്ടണം എന്ന് വാശി പിടിക്കാണ്ട് നമ്മൾ ചെയ്യാം. എന്തായാലും അതിന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് ഈ ചിരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ നോക്കി കളിയാക്കി ചിരിക്കുക അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുക അതല്ല കേട്ടോ. ജസ്റ്റ് ഒരു പുഞ്ചിരി നൽകുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ചെറിയ കുട്ടികളൊക്കെ ജസ്റ്റ് ഒന്നുകൂടി ചിരിക്കുമ്പോഴത്തേക്കും ആ ചിരി നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ചെറിയ കുട്ടികളുടെ ഓലെന്തോ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ജസ്റ്റ് ഓല് ആ സമയത്ത് തന്നെ ഓരോ ഹെൽപ്പ് നമുക്ക് ചെയ്യുന്നത്. ഭയങ്കര ഡെസ്പായിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടീൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടീനെ നമ്മൾ നേരിട്ട് കാണുക, ആ കുട്ടീൻ്റെ ഓരോ സ്ലൈറ്റ് മൂവ്മെൻറ്റ്സും ആ ചിരിയൊക്കെ നമുക്ക് ഭയങ്കര ഹീലിംഗ് ഉണ്ടാക്കും. അറിയാതെ നമ്മളും ചിരിക്കും. ആ ഒരു കുട്ടി ഒരു എഫേർട്ടും ഇല്ലാണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ മടിക്കണത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ചിരി പിടിച്ചു വെക്കുന്നത്? സോ എന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ഒരു ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുക. Sometimes smile is the best medicine for all problems. Okay, thank you.